നമസ്കാരം സുഹൃത്തുക്കളെ, ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഏവർക്കും അറിയാവുന്ന സിനിമാ മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രശംസ നേടിയിട്ട് അതുപോലെ തന്നെ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് നിവിൻ പോളി. അപ്പം ഇന്ന് നിവിൻ പോളിയെ പറ്റി രണ്ട് വാക്ക് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുകൊണ്ടല്ലായിരുന്നു, അദ്ദേഹത്തിനെ കുറിച്ച് 2 ദിവസങ്ങളായി കുറച്ച് പീഡന പരാതിയും അതുപോലെ തന്നെ കുറേ സംഭവങ്ങളൊക്കെ ഇതിഹാസങ്ങളും പല പരദൂഷണങ്ങളും പരക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എനിക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ സമൂഹത്തിനൊന്ന് വെളിപ്പെടുത്തണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. അപ്പം വേറെ ഒന്നുകൊണ്ടല്ല, പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതിനെ ശക്തമായി നേരിടും എന്നാണ് നിവിൻ പോളി എല്ലാ മാധ്യമങ്ങൾക്ക് മുന്നിലും വെളിപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു വെളിപ്പെടുത്തൽ എനിക്ക് തോന്നുകയാണെങ്കിൽ നല്ല കാര്യമാണ്. കാരണം അതിൻ്റെ സത്യാവസ്ഥ പോലീസ് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടുതൽ സത്യാവസ്ഥ അറിയാമെന്നുള്ള നിങ്ങളും പോവും എന്നുള്ള ഒരു സംസാരമൊക്കെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിവിൻ പോളി ഉയർത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളും എല്ലാവരും സഹകരിക്കുകയാണെങ്കിൽ സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവരാം. ഞാൻ തെറ്റുകാരനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങാൻ തയ്യാറാണ് എന്നാണ് നിവിൻ പോളി പറഞ്ഞിട്ടുള്ളത്. തെറ്റുകാരൻ ആണ് എന്ന് അറിയുന്ന മുന്നേ തന്നെ ശിക്ഷിക്കരുത്, അതുപോലെ തന്നെ ഗോസിപ്പുകളും അതുപോലെ തന്നെ പരദൂഷണങ്ങളും ഒന്നും പറയരുത് എന്നുള്ള ഒരു വർത്താനം കൂടിയും കാര്യങ്ങളൊക്കെയാണ് നിവിൻ പോളി മുന്നോട്ട് വെച്ചത്. സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം, എന്നിട്ട് പ്രതികരിച്ചോളൂ എന്നുള്ളൊരു കാഴ്ചപ്പാട് നിവിൻ പോളിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഒരു കാര്യം ഇതിൽ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചിട്ടാണെന്നുണ്ട്, എനിക്കിപ്പോൾ ഇത് പറയാതെക്കാൻ പറ്റില്ല. കാരണം വെച്ചിട്ടാണെങ്കിൽ അമ്മ എന്ന സംഘടന വർഷങ്ങൾക്ക് മുമ്പ് തന്നെ രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും അതൊരു നല്ല സംഘടന ആണ്. പക്ഷേ അതിൻ്റെ ഉന്നതയിൽ ഇരിക്കുന്ന ആളുകൾ മോശമാണ് എന്നൊക്കെയാണ് സ്ത്രീകൾ വെച്ച് കെട്ടുന്നതെങ്കിൽ പോലും ആ ഒരു കേസന്വേഷണവുമായി സഹകരിച്ചു പോകാൻ ഇതിൽ ഈ ഒരു പീഡനത്തിന് പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആളുകൾ സഹകരിക്കാൻ തയ്യാറാണെന്നും അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പഴുതുകളും പോലീസ് അടയ്ക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴാണോ ഇവർ ഓരോ കാര്യങ്ങളും പറഞ്ഞു വരുന്നത്? അതായത് വർഷങ്ങൾക്ക് മുമ്പ്, അതല്ല കൊല്ലങ്ങൾക്ക് 1, 2 അല്ല, 5 വർഷം 10 വർഷം മുന്നേ നടന്ന സംഭവങ്ങൾ ഇപ്പം അവർക്ക് അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന കാര്യമാണോ എന്ന് എനിക്ക് തോന്നുന്ന കാര്യം കേട്ടോ. കാരണം വെച്ചിട്ടാണെങ്കിൽ അവരങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെ മോശമായ അനുഭവം സിനിമാ മേഖലയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ അവർ റിപ്പോർട്ട് ചെയ്യണം. കാരണം എന്താ വെച്ചിട്ടാണെങ്കിൽ ഇനി വരുന്ന തലമുറയ്ക്കുള്ള മക്കൾ, പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അവസരം ചോദിച്ചു വരുന്ന പല രീതിയിൽ അവരെ മോശമായി ചിത്രീകരിക്കുന്നുണ്ടെങ്കിലും അത് ശരിക്കും അവർ ആ സമയത്ത് റിപ്പോർട്ട് ചെയ്യണം. കാരണം ഇനി അതേപോലത്തെ ഒരു ദുരവസ്ഥ ആർക്കും വരരുത്. എൻ്റെ ജീവിതം ആയതാലും എനിക്കിതല്ലെങ്കിലും വേറെ ജോലി എടുത്ത് ജീവിക്കാം എന്നുള്ള ഒരു കാഴ്ചപ്പാടൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ വരരുത് എന്നൊക്കെയുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പ്രതികരിക്കണം എന്നുള്ളൊരു അഭിപ്രായമാണ്. പ്രതികരിക്കാത്ത സമയം കഴിഞ്ഞ് ഏകദേശം 10, 15, 20 വർഷം കഴിഞ്ഞിട്ട് അവർ പറയാണ് എന്നെ പീഡിപ്പിച്ച്, എന്നെ കൊല്ലാൻ വന്നു, അല്ലെങ്കിൽ എന്നെ വാതിൽ മുട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കേൾക്കുന്ന ആളുകൾക്ക് പോലും ഒരു ഇത് വേണ്ടേ? കാരണം അവസരം ഇത് കേൾക്കുന്ന ആളുകൾ എനിക്ക് തോന്നുന്ന കാര്യം വെച്ചിട്ടാണെങ്കിൽ എനിക്ക് കേൾക്കുകയാണെങ്കിൽ അവർ അതിനുള്ളൊരു സന്ദർഭം പീഡിപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടാണ് പീഡിപ്പിച്ചെന്ന് പറയാം. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ കയറി പീഡിപ്പിച്ചെന്നും പറയാൻ പറ്റില്ല. പീഡിപ്പിച്ചെന്നുണ്ടെങ്കിൽ അതിന് സത്യാവസ്ഥ പുറത്ത് വരണം. അതുപോലെ തന്നെ അതിന് ശിക്ഷ മാക്സിമം എന്താണ് ശിക്ഷ വരുന്നത് അതൊക്കെ അവർക്ക് കിട്ടട്ടെ. പിന്നെ എന്താ വെച്ചിട്ടാണെങ്കിൽ ആരെയും ഒരു സ്ത്രീ, ഞാനൊരു സ്ത്രീ വിരുദ്ധനല്ല, അതുകൊണ്ട് തന്നെ പറയാം, ഒരു സ്ത്രീ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം തന്നെ കാള പെറ്റു കയറെടുത്ത് എന്നുള്ള രീതിയിൽ ആരും പ്രതികരിക്കരുത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യാവസ്ഥ വരട്ടെ. സത്യാവസ്ഥ വരുന്ന സമയത്ത് പ്രതികരിക്കാൻ ആ തെറ്റുകാരനുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ശിക്ഷ അനുഭവിക്കട്ടെ. നിവിൻ പോളി പറയുന്നതും അത് തന്നെയാണ്. ഞാൻ തെറ്റുകാരനാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ അവർ പ്രതികരിക്കട്ടെ, അതിനുള്ള എന്ത് ശിക്ഷയാണെങ്കിലും ഞാൻ ഏറ്റുവാങ്ങാൻ തയ്യാറാണ്. പക്ഷേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പം ഏതായാലും നമുക്ക് കണ്ട് കേട്ടിരുന്ന് മനസ്സിലാക്കാം. അതൊക്കെയാണ് ഇപ്പം എനിക്ക് ഈ ഒരു അവസരത്തിൽ എനിക്ക് തോന്നിയ കാര്യങ്ങളെന്ന് വെച്ചിട്ടാണെങ്കിൽ ഇത്ര കാര്യങ്ങളാണ്. ഒരിക്കലും പീഡിപ്പിച്ച് വർഷങ്ങൾക്ക് ശേഷം വന്ന് പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അവർ മറ്റവരുടെ അവരുടെ ജീവിതം വെച്ചിട്ട് പന്താടുക അങ്ങനെയൊക്കെ ആവാം എനിക്ക് തോന്നുന്നു. കാരണം വെച്ചിട്ടാണെങ്കിൽ ഇത്രയും വർഷമായിട്ട് അവർ പ്രതികരിക്കുന്നുണ്ട്, ഈ ഒരു സുപ്രഭാതത്തിൽ വന്ന് പ്രതികരിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അതിനെ സംബന്ധിച്ച് എൻ്റെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്, നല്ല സുഹൃത്തുക്കൾ. അവരൊക്കെ പറയുന്നത് വെച്ചിട്ടാണെങ്കിൽ ഇത്രയും വർഷങ്ങളായിട്ട് ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു വന്ന സമയത്ത് സ്പോട്ടിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ അനുകൂലിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആ സ്ത്രീയെ അനുകൂലിക്കില്ല എന്നൊക്കെ പറയുന്ന സ്ത്രീകൾ എൻ്റെ അറിവിൽ ഒരുപാട് സ്ത്രീകളുണ്ട്. അവർ പറഞ്ഞു വെച്ചിട്ടാണെങ്കിൽ ഒരു വട്ടം എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു,
വീണ്ടും വീണ്ടും ശ്രമിച്ചു അന്ന് ആ ഒരു സമയങ്ങളിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു തെറ്റാണ്. അപ്പം എന്താണ് അത് ആ സമയത്ത് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ട് അതിനുള്ള തക്കതായ ശിക്ഷാ നടപടി അവർക്ക് എത്തിച്ചു കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നമ്മളെ വീഡിയോ ഫോളോ ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.